എഴുന്നേക്ക്, എഴുന്നേറ്റിരിക്കുക. എന്നെ തൊടണ്ട. കുടിച്ചോ, കുടിച്ച് നശിച്ചോ. ഇനി അതിന്റെ ഒരു കുറവ് കൂടിയുള്ളൂ. പേപ്പട്ടിയെ പോലെ കണ്ടെടുത്തൊക്കെ നിരങ്ങി വന്നിട്ട് തീ തിന്നാൻ മറ്റുള്ളവരുണ്ടല്ലോ. ചെലമ്പാതിരിക്കടി. ഞാൻ പറയാത്തോളൂ തന്നെയാ. അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കിട്ടിയതാണല്ലോ. ഞാൻ ഒഴിഞ്ഞു വന്നേക്കാം. പിന്നെ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഓ, ഇതും തുടങ്ങിയോ? ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഈ പതിവ്. എവിടെയായിരുന്നു ഇത്രയും നാള്? പോകളവാ. ഞാൻ വെള്ളമടി മാത്രമല്ല, വലിയും തുടങ്ങി, പെണ്ണുപിടിയും തുടങ്ങി. നിങ്ങളാരും ചോദിക്കാൻ. ചേച്ചി, ചേച്ചി ഞാൻ ഇറങ്ങാം. മോളെ, ഒറ്റയ്ക്കാ പോകുന്നതെന്ന്? അത് സാരല്ല മുത്തശ്ശ. വല്ലതും കഴിച്ചോ നീയെ? എന്താ വിശേഷമെന്ന് നീ ചോദിച്ചില്ല? പറ. ഇന്ന് നിന്റെ പിറന്നാളല്ലെന്നറിയാം. അച്ഛന് പ്രൊമോഷനായി. ഇനി അച്ഛൻ തഹസിൽദാരാ. ആ, അത് നന്നായി. എന്ത് നന്നായിന്ന്? എടി കലാവതി, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം 10 നിന്റെ പുരികക്കൊടി ഒന്ന് അനങ്ങിയാ ഞാൻ അറിയും. പറയടി സുന്ദരിക്കോതെ, എന്താ നിന്റെ പ്രശ്നം? ഭരതേട്ടൻ തിരിച്ചു വന്നു. അതെയോ? ഭാഗ്യായി. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കറിയാലോ, ഭരതേട്ടൻ എനിക്ക് അച്ഛനും ചേട്ടനും രക്ഷകർത്താവും ഒക്കെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്ന വേറൊരാളായിട്ട്. കുടിയും വലിയും തെറിപ്പറച്ചിലും. ശരിക്കും പേടിയാവോ അദ്ദേഹത്തിന്റെ ഭാവം കാണുമ്പോൾ? ഞങ്ങൾക്ക് ആരുമില്ല, അനാഥരായതുപോലെ. നീ വിഷമിക്കാതെ, ഞാൻ അച്ഛനോട് പറഞ്ഞ് സംസാരിപ്പിക്കാം ഭരതേട്ടനോട്. അയ്യോ വേണ്ട, ഇനി അത് മതി അടുത്തൊരു കലാപത്തിന്. പക്ഷെ ഭരതേട്ടൻ ഇനിയും തിരിച്ചു പോവുമെന്ന് എൻ്റെ പേടി. അങ്ങനെ സംഭവിച്ച എൻ്റെ ചേച്ചി ജീവനോടുണ്ടാവില്ല. അത്രയ്ക്ക് ഇഷ്ട ചേച്ചിക്ക് ഭരതേട്ടനെ. നീ എന്തായി പറയുന്നേ? അത്ര പെട്ടെന്ന് അറ്റുപോകുന്നതാ ബന്ധങ്ങൾ? എന്തോ എനിക്കറിയില്ല.